പ്രമോദ് സുബ്രഹ്മണ്യൻ, അവിട്ടത്തൂർ പുളിയാമ്പുള്ളി നമ്പൂരിച്ചങ്കാവിലെ പൂജാ മന്ത്രവാദ കർമ്മി. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ബാധ കയറിയ ഒരു കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കാനായിട്ട് ചെന്ന സമയത്തുണ്ടായ ഹനുമാൻ സ്വാമി കാണിച്ചു തന്ന ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ ഓർക്കുന്നത്. സന്ധ്യസമയത്ത് 7 മണിക്ക് ശേഷം ആ ഗൃഹത്തിലെത്തി. ആ ഗൃഹത്തിൽ ആ സമയത്ത് അവിടെ ബന്ധുക്കളായിട്ട് 15ഓളം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 2 കതകുള്ള ആ വീടിൻ്റെ മുൻവാതിൽ അകത്തേക്ക് തളത്തിലേക്ക് ഹാളിലേക്ക് കയറിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൽ തുറന്നു എന്നെ അകത്തേക്ക് ഇരുത്തി. അവിടെ ഉള്ളിലായിട്ട് ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ ഓടക്കോൾ ഊതി നിൽക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപിലായിട്ട് നല്ല വലിയൊരു വിളക്ക് നിറച്ച എണ്ണ ഒഴിച്ച് 2 തിരിയിട്ടിട്ട് കത്തിച്ചിരുന്നു. അതിന് മുൻപിൽ അന്നത്തെ മന്ത്രവാദ കർമ്മത്തിനുള്ള ദ്രവ്യങ്ങൾ, പൂജാദ്രവ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് എന്നോട് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് കസാരയിട്ട് തന്നു. എന്നിട്ട് ആ ഗൃഹനാഥൻ ചോദിച്ചു, എപ്പോഴാണ് നമുക്ക് കർമ്മങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിളക്ക് താനെ അണയട്ടെ, അപ്പോൾ നമുക്ക് മന്ത്രവാദ കർമ്മങ്ങൾ ആരംഭിക്കാം എന്ന് പറഞ്ഞു. ഏകദേശം എത്ര മണിയാവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 9 മണി. അപ്പോൾ സമയം 7 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ 9 മണി എന്ന് പറഞ്ഞപ്പോൾ ആ ഗൃഹനാഥനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ നിലവിളക്ക് രാത്രി 11 മണി വരെ സ്ഥിരമായിട്ട് കത്തുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ്, ആ വിളക്കിൽ നിറച്ച് എണ്ണയുണ്ടായിരുന്നു. അബദ്ധം പറ്റിപ്പോയല്ലോ, പറഞ്ഞ വാക്ക് തെറ്റിപ്പോയല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. നമ്പൂരിച്ചനോട് ആവശ്യപ്പെട്ടു, നമ്പൂരിച്ച ഇതെന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ, 9 മണിക്ക് തന്നെ കർമ്മം ആരംഭിക്കാം എന്ന് പറയുകയും ചെയ്തു. ആ നിലവിളക്ക് കത്തിയതിന് ശേഷമാണ് ഇത് ആരംഭിക്കുക എന്ന് പറയുകയും ചെയ്തു. അത് തെറ്റാൻ പാടില്ല. നമ്മളൊരു കർമ്മത്തിന് ചെന്നിരുന്നിട്ട് ആ പറയുന്ന വാക്കുകൾ പോലും തെറ്റാൻ പാടില്ല. അത് നമ്പൂരിച്ചനും കൂടി ഒരു മോശമായിരിക്കും എന്ന് മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പൂരിച്ചൻ തോന്നിപ്പിച്ചൊരു കാര്യം, അടുത്ത് തന്നെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ടല്ലോ, ഹനുമാൻ സ്വാമിയെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് തോന്നിപ്പിച്ചു. ഞാൻ ഹനുമാൻ സ്വാമി എന്തെങ്കിലും ഒന്നങ്ങ് ചെയ്തു തരണം എന്നങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 9 മണി ആകാറായി. സമയം നോക്കിയപ്പോൾ ഇനി 2 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോഴും വിളക്കിൽ നിറച്ച എണ്ണ, നിറയെ എണ്ണയുണ്ട്. തിരികളൊന്നും തന്നെ അണയാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അതാണ് ഹനുമാൻ സ്വാമി കാണിച്ചെന്ന അത്ഭുതം. അടുത്ത സെക്കൻഡിൽ ആ വീട്ടിലെ ഒരു അംഗത്തിന് ഒരു ഫോൺ വന്നു. ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ്, എല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു കതക് തുറന്ന് പുറത്തേക്ക് കടന്നു. ഉടനെ തന്നെ കതക് അടയ്ക്കുകയും ചെയ്തു. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ആ കതക് തുറന്ന് ഇടുകയാണെങ്കിൽ കാറ്റ് വന്ന് പെട്ടെന്നത് ആ വിളക്ക് അണയാം എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ആ വ്യക്തി കതകടച്ച് തന്നെയാണ് പുറത്തേക്ക് പോയത്. പക്ഷേ അതിൽ ഹനുമാൻ സ്വാമി കാണിച്ചു തന്ന അത്ഭുതം അവിടെയാണ്. ആ ഒരു കതക്, അതിലൊരു കതക് സാവധാനം തുറന്നു, ഒരല്പം തുറന്നു വന്നു. അതിലൂടെ ഒരു കാറ്റ് വന്ന്, ചെറിയൊരു കാറ്റ് വന്ന് ഒരു തിരി കിട്ടു. ഏകദേശം 2 മിനിറ്റ് മുൻപ്, 9 മണിക്ക് 2 മിനിറ്റ് മുൻപ് ഞാൻ ഗൃഹനാഥനെ ഒന്ന് നോക്കി. അപ്പോഴും ആർക്കും ഒരു തൃപ്തിയായിട്ടില്ല. കാരണം 2 തിരികളും അണയണം. 2 നിലവിളക്കിൽ കത്തിയിരിക്കുന്ന 2 തിരികൾ അണഞ്ഞാലാണ് പറഞ്ഞത് കൃത്യമാവുള്ളൂ. അങ്ങനെ ഇരിക്കലേ അടുത്ത ഒരു മിനിറ്റിൽ, 9 മണി ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്തൊരു മിനിറ്റിൽ ആ വീട്ടിലെ മറ്റൊരാൾ പുറത്തേക്ക് കടന്നു. ഈ പുറത്തേക്ക് കിടന്ന ആളുടെ ഒപ്പം മറ്റൊരാളും കൂടി പുറത്തേക്ക് കടന്നു. വാതിലൊന്ന് തുറന്നു. ആ രണ്ടാമത് തുറന്ന ഉടനെ തന്നെ രണ്ടാമത്തെ തിരിയും അണഞ്ഞു. കൃത്യം സമയം നോക്കുമ്പോൾ 9 മണിയാകുന്നു. ഞാൻ എല്ലാവരും നോക്കി. അത് എന്നെ സംബന്ധിച്ചത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ പറയുന്ന വാക്ക് തെറ്റിപ്പോയാൽ അത് മോശമാണ്. അതാണ് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ ഒരു അനുഗ്രഹം. എന്തു പറയുന്നു, നമ്പൂരിച്ചനും അതുപോലെ തന്നെയാണ്. നിലാവുദിക്കട്ടെ എന്ന് പണ്ട് പറഞ്ഞ് നിലാവുദിക്കാൻ കർത്തവാവാണെന്നുള്ളത് ഓർക്കാതെ പറഞ്ഞിട്ടും ഭദ്രകാളി ദേവി തോട ആകാശത്ത് കാണിച്ചതൊക്കെ നമുക്ക് കേട്ട് സുപരിചിതമാണ്. ഇത് മറ്റൊരു അനുഭവമാണ്. ഹനുമാൻ സ്വാമി ആ സമയത്ത് എത്തി. വായുപുത്രനായ, പവനപുത്രനായ ഹനുമാൻ സ്വാമി എത്തിയത് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവർക്കും പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.